ഇത് മാസ് മോട്ടോഴ്സിൽ നമ്മുടെ ഹോണ്ട ഹോണറ്റ് വണ്ടി അതിൻ്റെ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഒരുവിധം വർക്കുകളുണ്ട്. വണ്ടിയുടെ മെയിനായിട്ട് എൻജിൻ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ സൗണ്ട് ഉണ്ട്. അതായത് വണ്ടി നമ്മൾ ഐഡ്ലിംഗ് നിർത്തുന്ന സമയത്തായാലും ഒരല്പം, അതായത് ഒരു 20 കിലോമീറ്റർ വേഗത്തിലേക്ക് എൻജിൻ റൺ ചെയ്യിക്കുന്ന സമയത്ത് എൻജിൻ്റെ സൈഡിൽ ഇതൊരു നോയ്സ് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മളത് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നിലവിൽ കംപ്ലയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 2 പ്രോബ്ലം കാണിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് ഈ എക്സോസ്റ്റ് വാൽവിൻ്റെ ഗൈഡ് ഡാമേജ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ലെയ്ത്തിൽ കൊടുത്തിട്ട് വാൽവ് മാറ്റിയിടണം, അതേപോലെ അതിൻ്റെ ഗൈഡ് മാറണം. കാരണം അത് അത്യാവശ്യം നല്ല പ്ലേ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടിട്ട് അതേപോലെ തന്നെ ഈ ക്യാം ഷാഫ്റ്റിൻ്റെ ഈ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ ഉണ്ട്. അപ്പോൾ ആ ബെയറിങ് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ വാൽവിൻ്റെ ഗൈഡും മാറ്റി ക്യാം ഷാഫ്റ്റ് ബെയറിങ്ങും മാറ്റി കഴിഞ്ഞാൽ സൗണ്ടിൻ്റെ ക്ലിയർ ആയിക്കോളും. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിലുള്ളത് ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ, ക്യാം ചെയിൻ, അതും കൂടി കൂട്ടത്തിൽ മാറ്റിയിടാട്ടോ. കാരണം അതിൻ്റെ ടെൻഷനർ അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമത്തിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നീട് നമുക്കത് കയറ്റി അഴിക്കണേൽ നല്ലത് ഇപ്പം എന്തായാലും അഴിച്ച് നിർത്തിയേക്കാണ്. ആ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ കവറിങ് കൂടി അഴിച്ച് കഴിഞ്ഞാൽ അഴിച്ച് മാറ്റാവുന്നതുള്ളൂ. പിന്നെ സിലിണ്ടർ പിസ്റ്റൻ്റെ ഭാഗത്തൊക്കെ ചെറിയ തേയ്മാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മേജറായിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ഒന്നും പറയാനില്ല. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 50,000 കിലോമീറ്റർ താഴെ ആയിട്ടുണ്ട് വണ്ടി. അപ്പോൾ അതനുസരിച്ച് നോക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ളൊരു തേയ്മാനമുള്ളൂ. കാരണം പിസ്റ്റൻ്റെ ഇവിടെയൊക്കെ ആയാലും ടോപ്പ് സൈഡിലൊക്കെ അത്യാവശ്യം കയറ്റി ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള കരിയാണ് ഇതെന്ന് കാണുന്നത്. അപ്പോൾ അത് സിലിണ്ടർ ബോറിലേക്ക് ചാടി അതിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴാണ് സിലിണ്ടറിനകത്ത് കൂടുതൽ സ്ക്രാച്ചസ് വരാം. ഈ വാൽവിൻ്റെ ഈ ഭാഗത്തൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് ഈ കാർബൺ ഡെപ്പോസിറ്റായിട്ട് ഇച്ചിരി കട്ടിയിൽ നിൽക്കുന്നുണ്ട്. അത് ഹൈ RPM ഹൈ ടെമ്പറേച്ചറിലാണ് അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് വരാം. അതേപോലെ തന്നെ ഹൈ RPM വരുന്ന സമയത്ത് ഇത് ഇതേപോലെ പൊടിഞ്ഞു വരാനുള്ള സാധ്യത കൊള്ളാം. അങ്ങനെ വന്നിട്ട് ഓൾറെഡി സിലിണ്ടറിൻ്റെ ബോറിലേക്ക് ഈ പിസ്റ്റൻ്റെയും റിങ്സിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ വരും. അത് ഓൾറെഡി അങ്ങനെ തന്നെ നിന്ന് സ്ക്രാച്ചസ് കൂടുതലാക്കും. അതിനകത്ത് നിലവിൽ സംഭവിക്കുന്നതാണ്. ഇപ്പം ഇപ്പം നമുക്ക് വണ്ടിക്ക് ഇത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് പിസ്റ്റണും സിലിണ്ടറും തന്നെ യൂസ് ചെയ്യാം. ഈ പിസ്റ്റൻ്റെ റിങ്സ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അതായത് സ്റ്റാൻഡേർഡ് റിങ്സ്, കമ്പനി ഒറിജിനൽ പാർട്സ്. അപ്പോൾ അത് മാത്രം മേടിച്ചിട്ട് അതൊന്ന് മാറ്റി കയറ്റാം. പിന്നെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ വാൽവും അതിൻ്റെ ഗൈഡൊക്കെ മാറ്റി റീസെറ്റ് ആകുമ്പോൾ ആ സൗണ്ടിൻ്റെ കേസ് ക്ലിയർ ആയിക്കോളും. കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ക്യാം ചെയിനും ആ ക്യാം ചെയിൻ ടെൻഷനറും മാറ്റിയിടാം കേട്ടോ. പിന്നെ നമുക്ക് ബാക്കിയത്തെ വർക്കുകൾ അത്യാവശ്യം ഉണ്ട്. നമുക്ക് പറഞ്ഞ രീതിയിൽ കൂടെ ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡായാലും ഫോർക്ക് പൈപ്പൊക്കെ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഹെഡിൻ്റെ ഭാഗത്ത് അത് ഒന്ന് അഴിച്ച് കാണാനായിരുന്നു. കാരണം അത് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പം നിലവിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുന്ന രീതിയിലൊരു എസ്റ്റിമേറ്റ് ആക്കാം. എന്നിട്ട് നോക്കിയിട്ട് എത്ര കോസ്റ്റ് ഉണ്ടെന്ന് നോക്കി അതനുസരിച്ചിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കഴിക്കുമ്പോൾ മേജറായിട്ടുള്ള പ്രശ്നങ്ങളില്ല. ഇത് നോർമൽ വരുന്ന കംപ്ലയിൻസുകളൊക്കെയാണ്. അപ്പോൾ അത് എസ്റ്റിമേറ്റിലേക്ക് ആക്കാം. അതുകൂടാതെ കൊണ്ട് ഫോർക്കിൻ്റെ കേസ്, ഫ്രണ്ട് ഫോർക്കിൻ്റെ 2 പൈപ്പ് മാറ്റേണ്ടി വരും. കാരണം ഇവിടെ പ്ലേറ്റിലേക്ക് പോയി നിൽക്കണം ഈ കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഈ സൈഡിൽ നിൽക്കണം. മാറ്റുമ്പോൾ 2 കൂടി നമുക്ക് മാറ്റണം. പിന്നെ ഫ്രണ്ട് ടയറൊക്കെ ഫുള്ള് തീർന്ന് കിടക്കണുണ്ടോ. അതേപോലെ തന്നെ ഒട്ടും എയർ നിൽക്കില്ല അതിനകത്ത്. പിന്നെ അതേപോലെ ഫ്രണ്ട് മൺകാണ്ട് ഇവിടെയൊക്കെ പൊട്ടി നിൽക്കുന്നുണ്ട്. അതേപോലെ ചെയിൻ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്ക് ചെയിൻ സ്പോക്കറ്റൊക്കെ മാറ്റാനുള്ളതാണ്. ചെയിൻ കവറും ഇതും ഐറ്റം അവൈലബിൾ ആണോ എന്ന് ഞാൻ തപ്പി നോക്കാം. കിട്ടുന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് മേടിച്ച് മാറ്റാവുന്ന പരിപാടി നോക്കാം. ഇത് ഓൾറെഡി പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല. ഞാൻ ജസ്റ്റ് നോക്കാം, അന്വേഷിച്ച് നോക്കാം. ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കൂടെ അത് മാറ്റാം കേട്ടോ. പിന്നെ ചെയിൻ സ്പോക്കറ്റ് ന്യൂ മോഡലിലേക്ക് ചേഞ്ച് ചെയ്യാനുണ്ട്. ഓറിങ് ടൈപ്പ് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നമുക്കത് അഴിച്ച് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത്യാവശ്യം നമ്മൾ ഭാഗങ്ങൾ അഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കാം. അതിന് ശേഷം അത് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ശനിയാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കുക. ശനിയാഴ്ചക്കുള്ളിൽ എടുക്കാം നമുക്ക് വണ്ടി. കാരണം അത് ഇപ്പോൾ ഹെഡ് ലെയ്ത്തിലേക്ക് പോകണം. ലെയ്ത്തിലേക്ക് പോയാൽ നാളെ വൈകുന്നേരത്തേക്ക് നമുക്ക് കിട്ടുള്ളൂ. മറ്റന്നാളാകുമ്പോൾ നമുക്ക് സെറ്റിങ് തുടങ്ങുള്ളൂ. അപ്പോൾ ഫ്രണ്ട് ഫോർക്കിൻ്റെ നമുക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഒരു ദിവസം അതിന് വേണ്ടിയിട്ട് നിൽക്കാമെന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം. ഡീറ്റെയിൽസ് വാട്സാപ്പ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ.